അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറെ ആദരണീയായ ഉസ്താദുമാരെ, പ്രിയങ്കരായ ശ്രോതാക്കളെ, സംഘർഷഭരിതമായ 921കളിൽ കേരളീയ മുസ്ലിം സമുദായത്തിന്റെ ആശ്വാസമെന്നോളം ഉദയം ചെയ്ത് സ്വാതന്ത്ര്യവും ചുറ്റുപാടുകളും കടന്ന് 2024 നൂറ്റാണ്ട് തീർത്ത വിപ്ലവ സിരിനെ കുറിച്ച് പറയാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. 1926 ജൂൺ 26 വരക്കൽ മുല്ലക്കയ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ മഹാപ്രസ്ഥാനം രൂപം കൊള്ളുമ്പോൾ പ്രതിരോധിക്കേണ്ടിയിരുന്നത് വിശ്വാസി വഴിയിൽ വിഷം കലക്കിയ പുത്തൻ ആശയക്കാരിയായിരുന്നുവെങ്കിൽ 21ാം നൂറ്റാണ്ട് കാൽഭാഗം പിന്നിടുന്ന നേരത്ത് ഇന്ത്യ അടക്കം പ്രവർത്തന പദ്ധതികളുമായി ലക്ഷ്യങ്ങളുമുള്ള മഹാപ്രസ്ഥാനമായി സമസ്ത വളർന്നു പന്തളിച്ചിരിക്കുന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഇങ്ങോട്ട് കണ്ണിയത്ത് ഉസ്താദിലൂടെ ശംസുലുലമയിലൂടെ സയ്യിദുലുലമയിൽ എത്തി നിൽക്കുന്ന പണ്ഡിത സൂഫി വരിയുടെ നീണ്ട നില വലിച്ചു പറയുന്ന യാഥാർത്ഥ്യം അതാണ്. മക്കയും മദീനയും ബസറയും കൂഫയും ബാഗ്ദാദും അടങ്ങുന്ന ഇസ്ലാമിക സംസ്കൃതങ്ങളുടെ പ്രഭാവ പരിചരണ കേന്ദ്രങ്ങളിലെ വിദ്യാഭ്യാസ വിജയശരണങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന്റെ പരിമിതിക്കുള്ളിൽ കേരളം എന്ന കൊച്ചുതുരത്തിൽ സമസ്ത നടപ്പിലാക്കിയ വൈജ്ഞാനിക വിപ്ലവത്തെ കുറിച്ച് വചാലാരാവുമ്പോൾ അവർ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. മദ്രസകളുടെ എണ്ണത്തിലും വിദ്യാഭ്യാസ പദ്ധതികളുടെ കാര്യത്തിലും നിങ്ങൾ എണ്ണം പിഴച്ചു പോയിട്ടുണ്ടാകുമെന്നും ഒരേ സ്ഥാപനത്തിൽ ഒരേ വിദ്യാർത്ഥികൾ ഇസ്ലാമിക അടിസ്ഥാന ശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും എങ്ങനെയാണ് പഠിക്കാനാവുക എന്ന്, തഫ്സീറിനും ഹദീസിനുമോടൊപ്പം സയൻസും സാമ്പത്തിക ശാസ്ത്രവും എങ്ങനെയാണ് ഒത്തുപോവുക എന്ന് 20ാം നൂറ്റാണ്ട് പകുതിയിൽ സമസ്ത തുടങ്ങി വെച്ച മദ്രസ പ്രസ്ഥാനം എന്ന സമാനതകളില്ലാത്ത വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യപൂർവ്വവും തിക്താനുഭവങ്ങളിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റ സമുദായം മദ്രസ കൊണ്ട് അവസാനിപ്പിക്കാത്ത പടിപടിയായി വളർന്ന് ഐക്യരാഷ്ട്രസഭയുടെ അകത്തലങ്ങളിലെ മലബാറിലെ തലക്കെട്ടവരുടെ ശബ്ദങ്ങൾ മുഴങ്ങുന്ന തലത്തിലേക്ക് എത്തിയത് വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ നാഴികക്കല്ലാണ്. മലബാർ കലാപകാലത്ത് മാപ്പിളരുടെ ദൈനിക കണ്ട് സഹായസ്ഥവുമായി വന്ന സുൽത്താൻമാരെ ഉത്തരേന്ത്യക്കാർക്ക് ഈ ഘട്ടകാലത്ത് വിദ്യാഭ്യാസ സാമൂഹ്യ സഹായവും ചെയ്തതും ഇതേ സമസ്യയാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണത്തിന് മുന്നിൽ നിൽക്കാനും സൗഹാർദ്ദത്തിന് വെള്ളൽ വരാത്ത വിധം മനോമൈത്രിക്ക് കാവൽ നിൽക്കാനും സമസ്ത മുൻപന്തിയിലുണ്ട്. അതുകൊണ്ടാണ് ആരംഭകാലത്ത് തന്നെ വിദ്യാത്തിന്റെ അടിവേരുകളെ പിഴുതറിയാൻ സമസ്ത നേതൃത്വം നൽകിയത്. അതുകൊണ്ടാണ് വിശപ്പിന്റെ മറവിൽ മതം കടത്താൻ മിഷനറി വന്നപ്പോൾ ഒരു കയ്യിൽ സുറിയാനി ബൈബിളും മറ്റൊരു കയ്യിൽ ഇംഗ്ലീഷ് ബൈബിളും പിടിച്ച് ശൈഖുന ശംസുലുലമ കുരിശബ്ദങ്ങളുടെ മുനയൊടിച്ചത്. തൊട്ടാൽ പൊട്ടുമായിരുന്ന ത്വരീഖത്ത് വിഷയത്തിൽ പോലും മുഖം നോക്കാത്ത നിലപാട് പറഞ്ഞത് അതുകൊണ്ടാണ്. മോൻചന്റെ മുൻഗാമികൾ വിശ്വാസികളെ കബളിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മുന്നിൽ നിന്ന് സമസ്ത പടനയിച്ചത് അതുകൊണ്ടാണ്. 90കളിൽ മുസ്ലിം സമുദായത്തിനകത്തേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ച തീവ്രാശയങ്ങളെ വേരോടെ പിഴുതറിയാൻ മാത്രമല്ല, സംഘപരിവാരം സ്പോൺസർ ചെയ്യുന്ന മസാല ചേർത്ത ജിഹാദ് കഥകളെ അപ്പോഴേ വിഴുങ്ങി സമൂഹത്തിൽ ചിത്രവി ഉണ്ടാക്കാൻ വിശലരായ ആളുകൾ കടന്നു വരുമ്പോൾ മനോമൈത്രി കൊനാളിതുവരെയുള്ള കേരളത്തിന്റെ പാരമ്പര്യങ്ങൾക്കോ വിള്ളൽ വരാത്ത ദീനിന്റെ നിലപാട് പറയാൻ സമസ്ത മാത്രമുണ്ടായിരുന്നു എന്നതും നാം ചേർത്ത് പറയേണ്ടതാണ്. അതുകൊണ്ട് ആത്മീയമായും വിദ്യാഭ്യാസമായും സാമൂഹികമായും സാംസ്കാരികമായും മുസ്ലിം സമുദായത്തിന്റെ ഉയർച്ചയിലേക്ക് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കൂടെ മരണം വരെ നിൽക്കാൻ നമുക്കാവണം. അത് സ്വാദിഖീങ്ങളുടെ പ്രസ്ഥാനമാണ്. കൂനൂ മഅസ്വാദിഖീൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിലനിൽക്കുമ്പോൾ പ്രവാചകർ പറഞ്ഞ 4 പേരിൽ നമ്മൾക്ക് ഉൾപ്പെടാനാവും. കുൽ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ വലാ തകുൻ ഖാമിസ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.